വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. കരങ്ങളെ യാചനാപൂർവ്വം പിടിച്ച് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. ദൈവത്തെ ഈ പ്രഭാതം മുതൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്ന വലിയ ആനന്ദത്തെ ഓർത്ത്, ദൈവം നൽകിയ സമാധാനത്തെ ഓർത്ത്, ദൈവം നമുക്ക് നൽകിയ സൗഭാഗ്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിച്ച്, ദൈവം തന്നതിനെ ഓർത്ത് സ്തുതിച്ച് ആരാധിച്ച്, താളമേളത്തോടെ വാദ്യഘോഷങ്ങളോടെ പ്രവാചകർ ദൈവത്തെ സ്തുതിച്ചതുപോലെ, സ്ത്രീകന്മാർ ദൈവത്തെ സ്തുതിച്ചതുപോലെ, ആദിമ ക്രൈസ്തവർ സ്തുതിച്ചതുപോലെ ഈ കഷ്ടതയുടെ വേദനകളുടെ കാലഘട്ടങ്ങളിലും ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കളെല്ലാം ദൈവത്തെ ഈ സമയം സ്തുതിക്കുന്ന സമയമാണ്. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. വലിയ വിടുതലുകൾ, വലിയ സൗഖ്യങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. ദൈവാരാധനയുടെ സമയത്ത് വലിയ കൃപയൊഴുകണമേ. പ്രകൃതിയോടൊപ്പം, മനുഷ്യരോടൊപ്പം, ദൈവാരാധകരോടൊപ്പം ഞങ്ങളും അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ കഷ്ടതകളിൽ, ഞങ്ങളുടെ വേദനകളിൽ, ഞങ്ങളുടെ സങ്കടങ്ങളിൽ, ഞങ്ങളുടെ ദുഃഖ നൊമ്പരങ്ങളിൽ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ കൃപയൊഴുകണമേ, അങ്ങയുടെ സമാധാനം നൽകണമേ. ദൈവാരാധകരെ ഞങ്ങൾ മാറ്റണമേ. ദൈവിക ശക്തി നൽകണമേ, വിടുതലുകൾ നൽകണമേ, ദൈവിക അഭിഷേകം നൽകണമേ. ശിവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധനയ്ക്കേറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാലാഖമാരുടെയും വിശുദ്ധരുടെയും സ്തുതികൾക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവാനുഗ്രഹത്തിൻ്റെ നല്ല ദിനത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരാകാൻ ഈ ആത്മജ്വാല ശുശ്രൂഷയിൽ ദൈവം നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇത് ദൈവാനുഗ്രഹത്തിൻ്റെ സമയങ്ങളാണ്. എങ്ങനെയാണ് ദൈവാനുഗ്രഹം നമ്മൾ സ്വന്തമാക്കുക? യഥാർത്ഥത്തിൽ ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെ പറയാറുണ്ട്. ദ ഗ്ലോറിയസ് പ്രയർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നതാണ്. പ്രൈസ് ആൻഡ് വർഷിപ്പ്. ആരെല്ലാം മനം മറന്ന് ദൈവത്തെ സ്തുതിക്കുന്നുവോ ആരാധിക്കുന്നുവോ അവരെല്ലാം മഹത്വപൂർണമായ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരാണ്. ഞാനും നിങ്ങളും ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് മഹത്വപൂർണരായിട്ട് തീരുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പ്രഭാതങ്ങളിൽ ബലിയർപ്പിക്കുമ്പോൾ അതിലും നമ്മൾ ദൈവസ്തുതി ആരാധനകൾ കാണുന്നുണ്ട്. ഏതൊരു പ്രാർത്ഥനയുടെയും അടിസ്ഥാനം തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്.
അതിനുള്ള ഏറ്റവും വലിയ വഴിയാണ് മാലാഖമാർ ചെയ്യുന്നത് പോലെ ഹല്ലേലൂയ ഗീതം പാടി ദൈവത്തെ ആരാധിക്കുക, സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഏതൊരു മനുഷ്യ ജീവിതത്തിൻ്റെയും സൃഷ്ടി ആരാധിക്കണമെന്നുള്ളത് വലിയ കൃപയുടെ വലിയ മഹത്വത്തിൻ്റെ കാര്യമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതിന്? അതിന് കാരണമുണ്ട്. നമുക്കറിയാം 4 കാരണങ്ങളാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ദൈവം വെച്ച് തരിക. ഒന്ന്, ദൈവത്തെ ആരാധിക്കാൻ ദൈവം ഈ ആരാധനയ്ക്ക് യോഗ്യനാണോ എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഈ ആരാധനയ്ക്ക് യോഗ്യനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ദൈവം സൃഷ്ടാവാണ്. ഹീസ് എ ക്രിയേറ്റർ. സൃഷ്ടാവിനെ ആരാധിക്കണം. നമുക്കറിയാം, നമ്മളെപ്പോഴും മഹത്വപ്പെടുത്തുന്നത് നമുക്ക് ഉപകാരമുള്ള വ്യക്തിയാണ്. അങ്ങനെയെങ്കിൽ എന്നെയും നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കണമെന്ന് ദൈവവചനം പഠിപ്പിക്കാൻ കാരണം ഹീസ് അവർ ക്രിയേറ്റർ. ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. സൃഷ്ടാവിനെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ സൃഷ്ടി എന്ന ഞാൻ എൻ്റെ കഴിവുകളും എൻ്റെ ഈ ലോകത്തിലെ മഹത്വപൂർണ്ണമായ ജീവിതവും ദൈവത്തിന് കൊടുക്കുമ്പോൾ അത് ഏറ്റവും വലിയ ആരാധനയാണ്. രണ്ടാമത്തെ കാരണം, ദൈവം പ്രൊവൈഡറാണ്, നൽകുന്നവനാണ്. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ദൈവം നൽകും. അതുകൊണ്ട് എല്ലാം നൽകുന്നവനെ ആരാധിക്കണം. പ്രൊവൈഡർ ഒരിക്കലും നമ്മൾ ചോദിച്ച് തരാതിരിക്കില്ല. തിന്മയായിട്ടല്ലാതെ എന്തെങ്കിലും ഈ ലോകത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തീർച്ചയായിട്ടും തരും. അതിന് കാലതാമസം ചിലപ്പോൾ വന്നിരിക്കും. എന്നാൽ ഹീസ് എ പ്രൊവൈഡർ. നമുക്കെല്ലാം നൽകുന്ന ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് സൃഷ്ടിയുടെ കടമയാണ്. മൂന്നാമത്തെ കാര്യം, ഇസ് എ സസ്റ്റെയ്നർ. നിലനിൽക്കുന്നവനാണ്, മാറ്റിപ്പറയുന്നവനല്ല. ഈ ലോകത്ത് പലരെയും നമ്മൾ മഹത്വപ്പെടുത്തിയാലും അവർ മാറ്റിപ്പറയും. എന്നാൽ ദൈവം ഒരിക്കലും മാറ്റിപ്പറയില്ല. ദൈവം ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഇന്നും നിലനിൽക്കും. പിതാവ് എന്തു പറഞ്ഞോ അത് പുത്രൻ ഈ ലോകത്ത് ജീവിച്ചു. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ഇറ്റ്സ് എ സസ്റ്റെയ്നർ. നിലനിൽക്കുന്നവനാണ്. അതുകൊണ്ട് നിലനിൽക്കുന്ന, ചതിക്കാത്തവനായി കൂടെ നിൽക്കുന്നവനെ ആരാധിക്കണം എന്നുള്ളത് ഒരു ദൈവ സൃഷ്ടിയുടെ കടമയാണ്. നാലാമത്തത്, അവൻ സംരക്ഷകനാണ്. ദൈവം നമ്മുടെ സംരക്ഷകൻ. ഈസ് എ സേവിയർ. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. എന്നെ സംരക്ഷിക്കുന്നവനാണ്. ഞാനറിയാത്ത പല അപകടങ്ങളിൽ നിന്നും, ഞാനറിയാത്ത പല തകർച്ചകളിൽ നിന്നും, എനിക്ക് ഏൽക്കേണ്ടിയിരുന്ന ചില ക്ഷതങ്ങളിൽ നിന്ന് ദൈവം എന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവ ആരാധന എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന കാരണമായി മാറണം. ഞങ്ങളൊരു ബൈബിളിൽ ദൈവത്തെ ആരാധിച്ചവരുണ്ട്. നമുക്കറിയാം, ദാനിയേൽ സിംഹക്കുഴിയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ട രാജാവ് ദാനിയേലിനോട് ചോദിക്കുന്നുണ്ട്, ഈ രാത്രി മുഴുവൻ നീ നിന്റെ ദൈവവുമായിട്ട് ഈ ഗുഹയിൽ ഈ സിംഹങ്ങൾക്കിടയിൽ ആരാധിക്കുമായിരുന്നല്ലേ? അതാണ് ദാനിയേലിനെ സിംഹം തൊടാതിരുന്നത്. എന്നിട്ട് രാജാവ് പറയുന്നൊരു കാര്യമുണ്ട്, ദാനിയേലിൻ്റെ ദൈവത്തെ ഇന്നു മുതൽ എന്നെ ആരാധിക്കുന്ന പ്രജ ആരാധിക്കണം. നമുക്കൊരു ദൈവമുള്ളൂ, ദാനിയേലിൻ്റെ ദൈവമാണ് ഇന്നു മുതൽ എൻ്റെ ഈ രാജ്യത്തിലെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. കണ്ടോ, ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ വ്യക്തിക്ക് സഹനം തരുന്ന വ്യക്തികൾ പോലും നാളെ തിരിച്ചറിയും ഇതാണ് യഥാർത്ഥ ദൈവമെന്ന്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവ ആരാധന എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. അത് ദുഃഖത്തിലായിരിക്കാം, വേദനയിലായിരിക്കാം, സങ്കടത്തിലായിരിക്കാം, കഷ്ടതയുടെ നാളിലായിരിക്കാം. ദൈവത്തെ ആരാധിക്കുമ്പോൾ അവനറിയാതെ അവൻ്റെ ഇടയിലേക്ക് ദൈവം കടന്നു വരുന്ന അനുഭവം. അതുകൊണ്ട് ദൈവ ആരാധനയെക്കുറിച്ച് എപ്പോഴും പറയുന്ന ഇങ്ങനെയാണ്, നീ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് ദൈവം കടന്നു വരുന്ന സമയം. പലപ്പോഴേക്കും ദൈവമുള്ള സ്ഥലത്തേക്ക് നമ്മൾ ആരാധിക്കാൻ പോകുകയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇന്ന് മനുഷ്യരുടെ ഇടയിലുണ്ട്. ഒരിക്കലുമല്ല. നീ എവിടെ ആരാധിച്ചാലും നിന്റെ ജീവിതത്തിലേക്ക് ദൈവം വരും. അത് നീ വീട്ടിൽ ഏകാന്തതയിലിരുന്നാലും, നിന്റെ പ്രാർത്ഥന മുറിയിലിരുന്നാലും, നീ കിടന്നുറങ്ങുന്ന ബെഡിൻ്റെ അരികിലിരുന്ന് പ്രാർത്ഥിച്ചാലും, നീ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുകയാണെങ്കിൽ ദൈവം ആ സ്പേസ് ആൻഡ് ടൈമിലേക്ക് ദൈവം കടന്നു വരും. അതാണ് യഥാർത്ഥ ആരാധന. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തെ മതിമറന്ന് ആരാധിക്കുന്നവരുടെ ജീവിതത്തിൽ ആനന്ദത്തിൻ്റെ വലിയ കൃപയുണ്ട്. അവരുടെ ജീവിതത്തിൽ ഏത് അവസ്ഥ വന്നാലും അവർ ആനന്ദിക്കും. അതുകൊണ്ട് അച്ഛൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവസ്തുതി ആരാധനയ്ക്ക് 6 കാരണങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ പ്രധാനമായിട്ടൊരു 6 കാരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. ഒന്നാമത്തെ കാരണം, നമ്മുടെ ഇടയിലേക്ക് ദൈവം വരുന്നുവെന്ന ബോധ്യം നമുക്ക് തരുന്നതാണ് ദൈവാരാധന. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന വഴിയാണ് ദൈവാരാധന. ഒരു വ്യക്തി മതിമറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരും. അത് ദുഃഖത്തിലായിക്കോട്ടെ, സന്തോഷത്തിലായിക്കോട്ടെ, വേദനയിലായിക്കോട്ടെ, നീ ആരാധിക്കുമ്പോൾ ദൈവം
നിന്റെ വഴിയിലേക്ക് കടന്നു വരും. കാരണം ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ ആരാധിക്കുന്നത് കേൾക്കാൻ ദൈവം കാതോർത്തിരിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 100-ാമത്തെ അധ്യായം 3-4 വാക്യം. സങ്കീർത്തനം 100 3-4 വാക്യങ്ങൾ. കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ, അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്, നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാണ്. കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ, അവിടുത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. സങ്കീർത്തനം 100-ാമത്തെ സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, കർത്താവാണ് ദൈവമെന്ന് നീ അറിയുവിൻ. ഈസ് അവർ ക്രിയേറ്റർ. എന്ത് ചെയ്യണം? നീ അവിടുത്തെ ഈ ലോകത്തിന് മുന്നിൽ പാടി സ്തുതിക്കണം. ആദിമസഭയിൽ ഡയോക്ലീഷ്യസ് ചക്രവർത്തിയുടെ കാലത്ത് 37 പുരുഷന്മാരും 17 സ്ത്രീകളുമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഡയോക്ലീഷ്യസ് ചക്രവർത്തി ഒരിക്കലും ദൈവാരാധന നടത്തരുതെന്ന് പറഞ്ഞ സമയത്ത് ഇവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഡയോക്ലീഷ്യസ് ചക്രവർത്തിയുടെ സൈന്യവ്യൂഹം അവിടെ കടന്നു വന്ന് ഇവരെ കൊല്ലാൻ നോക്കുമ്പോൾ രാജാവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എൻ്റെ കൽപ്പന എങ്ങനെ നിങ്ങൾക്ക് ലംഘിക്കാൻ തോന്നി? അവർ രാജാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞങ്ങളൊരു ക്രൈസ്തവരാണെങ്കിൽ ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കണമെന്നുള്ളത് ഞങ്ങളുടെ കടമയും ലക്ഷ്യവുമാണ്. അതുകൊണ്ട് ദൈവ ആരാധന നിങ്ങൾക്ക് തടയാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രാജാവുള്ളൂ. സ്നേഹമുള്ളവരെ, അങ്ങനെ ആദിമ ക്രൈസ്തവ സമൂഹം ഒരു കാലത്ത് തലയിൽ വെച്ചൊരു കാലത്ത് ദൈവത്തെ ആരാധിച്ചൊരു സമയമുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധിയിലും വേദനയിലും നിന്റെ ജീവിത വഴികളിലേക്ക് ദൈവത്തെ നീ വിളിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ പറ്റും. രണ്ടാമത്തെ കാരണം, ദൈവ ആരാധനയുടെ കാരണം ഇപ്രകാരമാണ്, എവിടെ ആരാധനയുണ്ടോ അവിടെ ദൈവമുണ്ട്. എവിടെ ദൈവത്തെ ജനം ആരാധിക്കുന്നോ അവിടെ ദൈവമുണ്ട്. അതുകൊണ്ടല്ലേ വചനം പറയുന്നത്, 2-3 പേർ എൻ്റെ നാമത്തിൽ എൻ്റെ ആരാധനയിൽ ഒരുമിച്ച് കൂടുന്നു, അവരുടെ മധ്യ ദൈവമുണ്ട്. ഇപ്പോൾ ഈ ആത്മജ്വാല ശുശ്രൂഷ പങ്കെടുക്കുന്ന സകല ജീവിതങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ദൈവമുണ്ട് മക്കളെ. അത് നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ട് സങ്കീർത്തനം 22:3 വചനം പറയുന്നത് ഇങ്ങനെയാ, ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ്. ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം നമുക്ക് പരിശുദ്ധനാണ്. അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട വേദനകളിലേക്ക് ദൈവം കടന്നു വരും. സങ്കീർത്തനം 22:5 പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങയോട് അവർ നിലവിളിച്ചപേക്ഷിച്ചു, അവർ രക്ഷപ്പെട്ടു, അങ്ങനെ അവർ ആശ്രയിച്ചു, അവർ ഭക്താശരായില്ല. കണ്ടോ, അവരങ്ങയെ നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ അവർ രക്ഷപ്പെട്ടു. നിലവിളിക്കുന്നവൻ്റെ നിലവിളി കേൾക്കുന്ന ദൈവം നിന്റെ ജീവിതത്തിൻ്റെ അരികിലുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. മൂന്നാമത്തെ ദൈവാരാധനയുടെ കാരണം ഇതാണ്, ദൈവാരാധന നമ്മെ സംരക്ഷണത്തിൻ്റെ കൂടാരത്തിലെത്തിക്കും. ദൈവത്തെ ആരാധിക്കുന്നവൻ ദൈവം വസിക്കുന്നൊരു കൂടാരത്തിലാണ്. യഥാർത്ഥത്തിൽ ആദ്യ മാതാപിതാക്കൾ ദൈവാരാധനയുടെ മക്കളായിരുന്നു. അവർ ദൈവസ്ഥലത്തായിരുന്നു. എന്ന് ദൈവാരാധന നിർത്തിയോ, പലതും പറയുന്നത് കേൾക്കാൻ നിന്നോ, സർപ്പത്തിൻ്റെ വാക്ക് കേൾക്കാൻ, അന്ന് അവർ ദൈവ കൂടാരത്തിൽ നിന്ന് ദൈവാശ്രയമില്ലാത്ത സ്ഥലയിടങ്ങളിലേക്ക് വിട്ടുപോയി. സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, ദാവീദ് ദൈവത്തിൻ്റെ കൂടാരത്തിലായിരുന്നു. ദാവീദ് ദൈവത്തെ ആരാധിച്ചവനാ. അതുകൊണ്ടാണ് അവൻ 5 കല്ലെടുത്ത് അതിലൊരു കല്ലെടുത്തിട്ട് ആ വലിയ മനുഷ്യനെ കല്ലെറിഞ്ഞ് വീഴ്ത്തുന്നത്. ഗോലിയാത്ത് എന്ന അതിക്രൂരമായ മനുഷ്യനെ ഒറ്റ കല്ല് കൊണ്ട് വീഴ്ത്താൻ പറ്റിയ ദാവീദ് ചെറുബാലനായിരുന്നു. കാരണം അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കല്ലെറിഞ്ഞപ്പോൾ അവൻ്റെ നെറ്റിത്തടം തകർന്ന് അവനെ നിലംപതിശാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഇത്രയും നിങ്ങൾ ചിന്തിക്കുക, ദൈവത്തെ ആരാധിക്കണം. സങ്കീർത്തന പുസ്തകം 17-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ, എൻ്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു, എൻ്റെ പാദങ്ങൾ വഴുതിയില്ല, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, ദൈവമേ അങ്ങെനിക്ക് ഉത്തരമരുളണമേ. അതാണ് ദൈവത്തിൻ്റെ കൃപ. നാലാമത്തെ കാര്യം, ജീവിത പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകാൻ ദൈവാരാധനയ്ക്ക് സാധിക്കും. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകാൻ പറ്റും കാരണം അതിനെ നേരിടാനുള്ള കൃപ ദൈവം തരും. അഞ്ചാമത്തെ കാര്യം, ദൈവാരാധന പിശാചിന് എതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാണ്. പിശാചിനെ തകർക്കാൻ പിശാചിന് ഏറ്റവും അസ്വസ്ഥയുള്ള കാരണമുണ്ട്. അവൻ ദൈവത്തെ ആരാധിച്ചിരുന്ന മനുഷ്യനായിരുന്നു, ഒരു മാലാഖയായിരുന്നു. പിന്നീട് ദൈവാരാധന സ്വന്തം ആരാധനയാക്കി മാറ്റാൻ ആഗ്രഹിച്ചപ്പോൾ പാതാളത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടവനാണ് പിശാച്. ലൂസിഫർ എന്ന നാമത്തിൻ്റെ അർത്ഥം പ്രകാശത്തിൻ്റെ ദൂതനെന്ന. എന്നാൽ അവൻ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ കാരണം ദൈവസ്തുതിപ്പിനെതിരായി മാറി.
അതുകൊണ്ട് സ്നേഹമുള്ളവരെ, സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ, പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുമ്പോൾ പിശാച് അവിടെ നിന്ന് ഓടിപ്പോകും. അവസാനമായിട്ട് ദൈവാരാധനയ്ക്ക് കാരണം ദൈവത്തെ മാത്രമേ എല്ലാം കൊണ്ട് നമുക്ക് ആരാധിക്കാൻ പറ്റുള്ളൂ. വേറെ ആരെ ആരാധിച്ചാലും നമുക്കൊരിക്കലും നിലനിൽപ്പില്ല. ദൈവത്തെ മാത്രമാണ് എല്ലാം കൊണ്ട് ആരാധിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആരാധിക്കാൻ ഒരുങ്ങുകയാണ്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈ സമയം ദൈവ സാന്നിധ്യം കടന്നു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ ഉയർത്തി എഴുന്നേറ്റ് നിന്നോ, മുട്ടുകുത്തി നിന്നോ, എങ്ങനെയാണോ ദൈവ ആരാധനയ്ക്ക് നമ്മുടെ മനസ്സ് മുഴുവൻ കൊടുക്കുക. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സർവ്വ മനസ്സോടും കൂടെ ദൈവത്തെ ആരാധിക്കാം. 2 കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മാലാഖമാരോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സങ്കീർത്തനം 71:6 ജനനം മുതൽ ഞാൻ അങ്ങേ ആശ്രയിച്ചു, മാതാവിന്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്, ഞാൻ ഇപ്പോഴും അങ്ങയെ സ്തുതിക്കും. അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്ന ദൈവമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ശുഭേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശുഭേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈകളടിച്ച് ദൈവത്തെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കൈകളടിച്ച് ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. മാലാഖമാരൊന്നിച്ചാരാധിക്കാം. 2 കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വലിയ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. സങ്കീർത്തനം 71:22 എന്റെ ദൈവമേ, ഞാൻ അങ്ങയോട് വിശ്വസ്തത പുലർത്തുന്നു, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വീണ വായിച്ചു പുകഴ്ത്തും. ഇസ്രായേലിന്റെ പരിശുദ്ധനെ അങ്ങയെ കിന്നരം ഇട്ടി ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന കുടുംബങ്ങളിലേക്ക് നിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ, നിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. രോഗികൾ ഈ സമയം സൗഖ്യം പ്രാപിക്കട്ടെ. ബന്ധന കെട്ടുകൾ കിടക്കുന്ന മക്കള് ഈ സമയം വിടുതൽ പ്രാപിക്കട്ടെ. ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗങ്ങൾ, പീഡകൾ, ബന്ധനങ്ങൾ, കടബാധ്യതകൾ, ദുഃഖ ദുരിതങ്ങൾ ഈ സമയം വിട്ടുപോകട്ടെ. ഈ ആരാധന സമയത്ത് ആത്മാവിന്റെ ജ്വാലകൾ എല്ലാ ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. കൈകളടിച്ച് ദൈവത്തെ ആരാധിക്കാം സന്തോഷത്തോടെ. ഇരുവശങ്ങളിൽ കരങ്ങളടിച്ച് ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുന്നേ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും പാതകൾ ഒഴിയും ആരാധനയെങ്കിൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും പാതകൾ ഒഴിയും ആരാധനയെങ്കിൽ. അപ്പസ്തോലൻ രാത്രികാലെ ആരാധിച്ചപ്പോൾ, ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോലൻ രാത്രികാലെ ആരാധിച്ചപ്പോൾ, ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധന 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 ആരാധന
ആരാധന ആരാധന ആരാധന ആരാധന ആരാധന കരങ്ങളിൽ സ്തുതിച്ച് ഹല്ലേലൂയ സങ്കീർത്തനം 17:5-6 തിരുവചനങ്ങളാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു, എന്റെ പാദങ്ങൾ വഴുതുകയില്ല. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, ആരെനിക്കെതിരായി നിൽക്കും? ദൈവം എന്റെ കൂടെയുണ്ടെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? കർത്താവേ, അങ്ങയുടെ വലിയ കൃപയൊഴുക്കണമേ, വലിയ പ്രത്യാശ നൽകണമേ. ഈ ദിനങ്ങളിൽ ദൈവിക ശക്തി മക്കൾക്ക് നൽകണമേ. അതിരം തുറന്ന് ഭാഷാവരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ലിബോരിയ 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 ഗ്ലോറി പവർ. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവം തന്ന സൗഭാഗ്യങ്ങളെ ഓർത്ത്, എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് കൈകളടിച്ച് ദൈവത്തെ ആരാധിക്കാം. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. കൃപയേ 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 ദൈവ കൃപയേ. 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 രണ്ട് കരങ്ങൾ സ്തുതിച്ച് ഹല്ലേലൂയ. ആരാധന ആരാധന ഹല്ലേലൂയ. കർത്താവേ, ഈ നിമിഷം ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരണമേ. ദൈവത്തിനെ ആരാധിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദുഃഖം വരുമ്പോൾ നിന്നെ ആരാധിക്കുവാൻ, നിന്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവെ നിന്നെ ആരാധിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ, കർത്താവേ, ഈ നിമിഷം എല്ലാ മക്കളെയും കർത്താവിന്റെ കൃപ ഞങ്ങൾക്ക് ഒഴുകണമേ. കർത്താവെ, നന്ദിയോട് സ്തുതിക്കാനുള്ള വലിയ കൃപ നൽകണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് സ്തുതിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ. വിശുദ്ധന്മാരോട് ചേർന്നുകൊണ്ട് നിന്നെ സ്തുതിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ. രക്തസാക്ഷികളോട് ചേർന്ന് ഞങ്ങൾ സ്തുതിക്കുകയാണ് കർത്താവെ. എല്ലാ തിന്മയുടെ കെട്ടുകളും ഈ ദിവ്യകാരണത്തിൽ അതിന്റെ ശക്തി കൊണ്ട് ദീർഘമാവട്ടെ കർത്താവെ. യേശുവേ, ആരാധന 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 ആരാധന. യേശുവേ, ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.